ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെ വീഡിയോ ആണ് കേട്ടോ. കുറേ ആയല്ലോ ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ മാവ് അരക്കണതും ഒഴിക്കണതും എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, മാവ് അരക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ കേക്ക് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. 5 കിലോ അരിയും അയക്കുള്ള ഉഴുന്നുമാണ് ഇന്ന് അരക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിക്കണേഞ്ഞ് ഗ്രൈൻഡർ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. സാധാരണ എന്നും അരച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെക്കണതാണ്. പിന്നെ അരക്കണതിന് മുന്നേ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് ചുഴറ്റിയെടുക്കും. അങ്ങനെ ഗ്രൈൻഡറൊക്കെ ക്ലീനാക്കി സെറ്റായിട്ടോ. ഇനി ഞാൻ ഗ്ലൗസ് ഇടട്ടെ. മാവരക്കണതിന് മുന്നേ ഗ്ലൗസ് ഇടണം. അപ്പോൾ നമ്മുടെ മാവ് പുളിയില്ലാത്ത മാവാണ് ഞാൻ പറയലുണ്ടല്ലോ. പുളിയില്ലാത്തതിന് കാരണം തന്നെ നമ്മൾ കൈ തട്ടാത്തതുകൊണ്ടായിട്ട് നമ്മൾ കൈമത്തെ വിയർപ്പൊക്കെ തട്ടുമ്പോൾ തന്നെ മാവ് പുളിക്കും. അപ്പോൾ ഞങ്ങൾ മാവരക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഇട്ട് അങ്ങനെ ക്യാപ്പൊക്കെ ഇടലുണ്ട്. അപ്പോൾ ഇട്ടുകൊണ്ട് മാത്രമാണ് മാവിനൊട്ടും പുളിയൊന്നും ഇല്ലാത്ത നല്ല മാവ്, നല്ല അടിപൊളി മാവായി കിട്ടണം കേട്ടോ. നമ്മൾ ഗ്രൈൻഡർ വർക്ക് ചെയ്യിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഡ്രൈ ആയിക്കാണ്ട് ഒരിക്കലും വർക്ക് ചെയ്യിപ്പിക്കരുത്. അപ്പോൾ അതിന് കല്ലിന് ഭയങ്കര ഡാമേജ് വരും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ജഗ്ഗിൽ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഗ്രൈൻഡർ ഓണാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്നിട്ട് വേണ്ടാണ് അരക്കണം. എന്നാൽ പെട്ടെന്ന് അരിഞ്ഞ് നല്ല റെഡി ആയിക്കാണ്ട് കിട്ടിക്കോളും. മറ്റേത് എന്തായാലും കല്ലിൻ്റെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി ഇട്ടുകൊണ്ട് ആദ്യം അരച്ചെടുക്കുകയാണ്. ഉഴുന്ന് അരിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് ഒഴിക്കരുത്. കല്ല് ഡ്രൈ ആകുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ പറ്റി പിടിക്കണം നോക്കണം. അങ്ങനെ ആയാൽ ഉഴുന്ന് ശരിക്കും അരിഞ്ഞ് കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഘട്ടം അരിഞ്ഞ് റെഡി ആയിട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഗ്ലൗസ് ഇട്ടാൽ പിന്നെ കൈ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈയിട്ട് നമുക്ക് തുടച്ചെടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ ബ്രഷ് കൊണ്ടൊക്കെ എടുക്കുകയാണെങ്കിലും പൂർണ്ണമായി കിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ തന്നെയാണ് നല്ല വൃത്തിക്ക് തുടച്ച് കിട്ടുള്ളൂ. ഏതായാലും ഗ്രൈൻഡറിൽ നിന്നൊക്കെ തുടച്ചെടുത്തതിന് ശേഷം അടുത്തിടുക. അങ്ങനെ ഞാനിതൊരു അണ്ടാവക്ക് മാറ്റിയിട്ടോ. അത് ഉഴുന്ന് അരച്ചതാണ്. അരച്ച മാവ് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അടച്ച് മാറ്റി വെച്ചിട്ട് ഗ്രൈൻഡറിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ലോക്കാക്കാനുള്ള ഭാഗമൊക്കെ ലോക്കാക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അടുത്ത് ഉഴുന്നിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ മുന്നും പറഞ്ഞല്ലോ, ഡ്രൈ ആയിക്കാണ്ട് ഒരിക്കലും ഗ്രൈൻഡർ വർക്ക് ചെയ്യിപ്പിക്കരുത്. കുറച്ച് വെള്ളം ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കല്ല് ഡ്രൈ ആകുന്നതിനനുസരിച്ച് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ തിക്നെസ്സൊക്കെ. ആ തിക്നെസ്സിന് അനുസരിച്ച് അരച്ചെടുക്കുക. ഞാൻ മാവിൻ്റെ വീഡിയോ ലാസ്റ്റായിട്ടത് നോമ്പിൻ്റെ കുറച്ച് മുമ്പേനു കേട്ടോ. നോമ്പിന് ഉണ്ടാക്കലില്ലേനു, കുറവേനു ഉണ്ടാക്കൽ. അറിയാലോ, പത്തിരി, പൊറോട്ട, ബിരിയാണി അങ്ങനെയൊക്കെയാണ് നോമ്പിന് നമുക്ക് അങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കലൊക്കെ കുറവായിക്കാരം ആളുകൾ. അങ്ങനെ കരുതിക്കാണ്ട് പിന്നെ ഉണ്ടാക്കലും കുറവേനു കേട്ടോ. അപ്പോൾ നോമ്പ് കഴിയട്ടെ കരുതി നമുക്കും വേണ്ട ഒരു മാസം റെസ്റ്റ്. നോമ്പിനും ഈ പ്രാവശ്യത്തൊക്കെ നോമ്പ് നല്ല ചൂടല്ലേനു, ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ പിന്നെ നോമ്പ് ലാസ്റ്റിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കിന് കേട്ടോ. പിന്നെ നമുക്ക് തന്നെ കടയാണല്ലോ, കടയിലും അങ്ങനെ അടുത്തുകൂടെയൊക്കെ കൊടുത്തു. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തുടങ്ങി. പിന്നെ വീഡിയോ എടുത്തിട്ടില്ലേനു. വീഡിയോ എന്തെങ്കിലും എടുക്കണം കരുതും. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് കാര്യമില്ല, മാവ് അരക്കണ ആളും വീഡിയോ എടുക്കണ ആളും ഒക്കെ ഞാനേക്കാരം. അപ്പോൾ ആ ഒരു പ്രയാസം ആലോചിച്ച് ഇങ്ങനെ ഞാൻ മടിച്ച് നിൽക്കലേനു കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ മോള് മദ്രസ ഇട്ട് വന്ന് ഓളുണ്ടേനു ഇവിടെ. ഓളെ മദ്രസ ചേർത്തിയാണല്ലോ പ്രാവശ്യം. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉമ്മച്ചിക്ക് വീഡിയോ എടുത്ത് തരുമോ എന്നിട്ട് പറഞ്ഞാണ്ട് ഓളെ ഞാനിങ്ങനെ ക്യാമറ ഒക്കെ അതിൻ്റെ പൊസിഷനൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ മോളെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. എന്നും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അരക്കണതും എല്ലാതും ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു. മറ്റേത് ഞാൻ അരക്കണത് ഇങ്ങനെ ഒരു ഭാഗമല്ലേ കാണുള്ളൂ. എന്തൊക്കെയാണ് ഫുള്ള് വീഡിയോ എനിക്ക് ഇതുവരെ ഇടാൻ കഴിഞ്ഞിട്ടില്ലേനു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അരക്കണത്, ഗ്രൈൻഡറും അതിൻ്റെ ലോക്കും കാര്യങ്ങളും എല്ലാതും കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അതിൻ്റെ
ഓരോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് റെഡിക്ക് വീഡിയോ എടുത്ത് സെറ്റാക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ കഴിയണത്. ഞാൻ ആദ്യം ഇട്ട വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂ കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊരു എനർജിയൊക്കെ കിട്ടും. പറഞ്ഞ് ഞാനവിടെ കാട് കയറില്ലേ, സാരമില്ല, നമുക്ക് ആ കാട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാനിവിടെ അരച്ചുകൊണ്ടിരിക്കുന്നത് അരിയാണ് കേട്ടോ. അരി ഏകദേശം അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ല് ഡ്രൈ ആകുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി പിന്നെ പെട്ടെന്ന് ഉണ്ട് അരിയാൻ, ഉഴുന്നിനെ പോലെയല്ല. ഉഴുന്നാകുമ്പോൾ എങ്ങനെയായാലും ഒരു ഭാഗത്ത് കുറച്ച് പറ്റി പിടിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും അരച്ച് കുറേ ആയല്ലോ, ഏകദേശം ഒരു വർഷത്തോളം ഇപ്പോൾ ഞാൻ ഈ മാവ് അങ്ങനെ അരിഞ്ഞുകൊണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ ഗ്രൈൻഡറിൻ്റെ ഉള്ളിലൊക്കെ കൈയിടാൻ എനിക്ക് ധൈര്യമാണ് കേട്ടോ. പക്ഷേ അറിയാത്തവർ കൈയിടും, എല്ലാം ശ്രദ്ധിക്കണം, കൈ കുടുങ്ങും, നമ്മളെ കൈ പോകും, അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ മെല്ലെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് എല്ലാം വടിച്ച് കുടുങ്ങിയ ഭാഗത്തു നിന്നൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫൈൻ ആയിക്കാണ്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ മാവൊക്കെ അരച്ച് സെറ്റായി, മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ റെഡി ആയിട്ടോ. ഈ ഗ്രൈൻഡറിൻ്റെ ഉള്ളിൽ നിന്ന് മാവെടുക്കുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ടൈം എടുക്കും. നമ്മൾ സാവധാനം എല്ലാ ഭാഗത്തു നിന്നും ഇതിൻ്റെ 2 ടയറിന്നും വടിച്ചെടുത്ത് കുറച്ച് ടൈം എടുത്തുകൊണ്ട് നമ്മൾ എടുക്കന്നെ വേണം. പിന്നെ നമുക്കിത് വേസ്റ്റ് ആക്കാൻ കഴിയില്ലല്ലോ, നമ്മുടെ ബാറ്ററി എല്ലാം പോണത് നമ്മളൊക്കെ ക്യാഷാണ്. അപ്പം അതിനനുസരിച്ച് ഒക്കെ ടൈം എടുത്ത് വടിച്ച് വൃത്തിയാക്കി എടുക്കന്നെ. പിന്നെ ഇത് മാവ് സെറ്റാക്കി വെച്ചിട്ട് ഗ്രൈൻഡർ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ ബാറ്ററൊക്കെ സെറ്റായി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ള അടുത്ത ജോലി തന്നെയാണ് ഗ്രൈൻഡറിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. അതും തന്നെ കുറച്ച് ടൈം എടുത്ത് ക്ലീൻ ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അതിൻ്റെ ടയർ എടുക്കും കേട്ടോ. 2 എടുത്തുകാണ്ട് കല്ലെടുത്തുകാണ്ട് കഴുകി വൃത്തിയാക്കും. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ല, ഹസ്ബൻഡാണ് കൂടി തരല്. അപ്പോൾ നമ്മൾ ആ അരച്ച അതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടാകുമല്ലോ, ഇപ്പോൾ ഗ്രൈൻഡറിൻ്റെ ഉള്ളിലത്തെ ആ ലാസ്റ്റത്തെ മാവിൻ്റെ വെള്ളം ഒഴിവാക്കിയ ക്ലീൻ ചെയ്തെടുക്കണ വെള്ളം, അത് നമ്മൾ പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. പച്ചക്കറികൾക്കൊക്കെ നല്ല പോഷകം കിട്ടുന്ന അരിൻ്റെ ഉഴുന്നിൻ്റെയൊക്കെ വെള്ളമല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല എന്നാണ് ചുരുക്കം പറഞ്ഞാൽ. തെങ്ങിനോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ എന്തിനെങ്കിലുമൊക്കെ ഒഴിച്ചെടുത്ത് അതും ഉപകാരപ്പെടുത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ പിന്നെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ മുന്നത്തുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ടെന്ന് കണ്ട്